Hi guys, welcome to Verana Race, Malayalam YouTube channel. So, my name is Abdullia. We are going to SSC Railway Reasoning order and ranking. So, order and ranking we have in class. Now, a speed mock session. So, we will go to question. So, first question is, there are 6 contestants. I name beauty pageant and model Q is taller than A but shorter than model E. Model X is not tall as model E and but is taller than model I. Then model F is taller than model I but shorter than model Q. ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ആ 30 സെക്കൻഡിനുള്ളിൽ അനലൈസ് ചെയ്യുക. So, this question is model Q എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മോഡൽ Qന്റെ കാര്യമാണ് പറയുന്നത്. മോഡൽ Q എന്ന് പറയുന്നത് മോഡൽ A യേക്കാൾ എന്താണ് ടോളർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സോ മോഡൽ Q എന്ന് പറയുന്നത് ഇറ്റ്സ് ടോളർ ദാൻ മോഡൽ A എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ബട്ട് ഷോർട്ടർ ദാൻ എന്താണ്? മോഡൽ E യേക്കാൾ ഷോർട്ടർ ആണെന്നാണ് പറയുന്നത്. E യേക്കാൾ ഷോർട്ടർ ആണ് എന്ത്? Q എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. നമ്മൾ ഓർഡർ ആൻഡ് റാങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ അങ്ങ് ഇട്ട് പോയാൽ മതി. സോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. സോ E എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ Q ഗ്രേറ്റർ ദാൻ A എന്ന് വന്നു. ഇനി മോഡൽ X എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ടോളസ്റ്റ് മോഡൽ E എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ X എന്ന് പറയുന്നത് എന്തായാലും ഈയുടെ അത്ര ടോൾ അല്ല. എന്ന് വെച്ചാൽ ഈ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ടോൾ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. ഇനി എന്താണ്? ബട്ട് ഈസ് ടോളർ ദാൻ എന്താണ്? മോഡൽ I യേക്കാൾ ടോളർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് I യേക്കാൾ ടോളർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഷോർട്ടർ ദാൻ എന്താണ്? ക്യൂവിനേക്കാൾ ഷോർട്ടർ ആണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഓക്കെ, മോഡൽ എഫ് എന്ന് പറയുന്നത് ടോളർ ദാൻ മോഡൽ I. എഫ് എന്ന് പറയുന്ന ആരാണ്? എഫ് ടോളർ ദാൻ മോഡൽ I. ഐയേക്കാൾ ടോളർ ആണെന്ത്? എഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? മോഡൽ എഫ് ഈസ് ടോളർ ദാൻ മോഡൽ I ബട്ട് ഷോർട്ടർ ദാൻ എന്താണ്? മോഡൽ Q. ക്യൂവിനേക്കാൾ ഷോർട്ടർ ആണ് നമ്മുടെ എന്ത്? എഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ടോളസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇതിൽ ഏതാണ് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആളെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുക. ഇതിലേതാണ് ഏറ്റവും വലുതെന്നാണ് അല്ലെങ്കിൽ നീളം കൂടിയത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ മോഡൽ Q ആണോ? അല്ല, മോഡൽ ക്യൂവിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇതുള്ളത് E ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ ആരാണ്? E ആണ് ഏറ്റവും കൂടുതൽ ടോളസ്റ്റ് ആയിട്ടുള്ള 6 പേരാണുള്ളത്. സോ ഈ 6 പേരെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? E ആണ് ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ആളെന്ന്. സോ എന്താണ്? മോഡൽ E ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മോഡൽ E ആണ് ഇതിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളത്. സോ ഓർഡർ ആൻഡ് റാങ്കിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ എന്താണോ ഗ്രേറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ അതേപോലെ വായിച്ച് ചെയ്യുക. നമുക്ക് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരരുത്. ജസ്റ്റ് നമുക്ക് തരുന്ന ആ ഒരു പേപ്പർ ഷീറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും അതിൻ്റെ കണ്ടീഷൻസ് എഴുതി വെക്കുകയാണ് നമ്മൾ ഫസ്റ്റ്ലി ചെയ്യേണ്ടത്. ഓക്കെ, സോ കണ്ടീഷൻ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് 7 ഗേൾസ്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര പേരുണ്ടെന്നാണ്. ഹൈറ്റ് ഓഫ് 7 ഗേൾസ് എന്ന് പറയുന്നത് ABCDEF ആൻഡ് G. അവരുടെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പം ഡിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓഫ് അറ്റ്ലീസ്റ്റ് 4 ഗേൾസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, 30 സെക്കൻഡ് ടൈം തരാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് 7 ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 ഗേൾസുകളുണ്ടല്ലേ. ആദ്യമേ തന്നേക്കുന്നത് ഹൈറ്റ് ഓഫ് D എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ അറ്റ്ലീസ്റ്റ് 4 ഗേൾസ്. 4 ഗേൾസ് അറ്റ്ലീസ്റ്റ് വരുവാണ്. ഹൈറ്റ് ഓഫ് D എന്ന് പറയുന്നത് 4 പേരെയും കാട്ടി കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ
സോ ഞാൻ അറ്റ്ലീസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഡിക്ക് താഴെയായിട്ട് 4 പേര് വരും, കാരണം അവരെക്കാൾ ടോളസ്റ്റ് ആണ് എന്ത് ഡി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഷീ ഈസ് നോട്ട് ദ ടാളസ്റ്റ്. ഡി എന്ന് പറയുന്നത് ടോളസ്റ്റ് അല്ല. സോ ഡി എന്ന് പറയുന്ന ആൾ ഏറ്റവും ടോളസ്റ്റ് അല്ല എന്ന് വെച്ചാൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ട് ഡി വരത്തില്ല. ദെൻ ഹൈറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബി ആൻഡ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ബിയെയും എഫിനെയും കാൾ വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിയെയും എഫിനെയും കാൾ എന്താണ്, എയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി ആൻഡ് എഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൈറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇ, ഇയേക്കാൾ കുറവാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇ, ഇയേക്കാൾ ചെറുതാണ് എന്ത് എഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് എ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി എന്ന്. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ വന്നു, നമ്മൾ ഇവിടെ എ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അല്ലേ. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, ഹൈറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി എന്നാണ്. എ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ്, ഹൈറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഡിയേക്കാൾ ചെറുതാണ് എയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്, ദെൻ ഹൈറ്റ് ഓഫ് ജി ഈസ് മോർ ദാൻ സി ആൻഡ് ഡി ബോത്ത് എന്ന് വെച്ചാൽ സിയെയും ഡിയെയും കാട്ടി, എന്ന് വെച്ചാൽ ജിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സിനെയും ഡിനെയും കാൾ കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സിനെയും ഡിനെയും കാൾ കൂടുതലാണ്. നമുക്ക് ഇത്രയും കണ്ടീഷനാണ് വരുന്നത്. സോ നമുക്ക് ഇതിനൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതാണ് നമ്മൾ ഫസ്റ്റ്ലി കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് കറക്റ്റ് ചെയ്തല്ല എന്ന് നോക്കണം. സോ ഞാൻ ഡി വെച്ച് ഇതാക്കുന്നു. ഡി ദെൻ എന്താണ് 4 പേരാണ് വരുന്നത്. അതിനു മുമ്പ് 2 പേര് വരുന്നുണ്ട്, കാരണം മൊത്തത്തിൽ എത്ര പേരുണ്ട്, 7 ഗേൾസ് ഉണ്ട്. സോ 7 പേരുടെ ഇത് നമ്മൾ. ഇനി എന്താണ് വരുന്നത്, ഡിയേക്കാൾ കുറഞ്ഞൊരാളുണ്ട്. ആരാണ്, എ എന്ന് പറയുന്നത് ഡിയേക്കാൾ കുറഞ്ഞ. അപ്പം എ ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഈ പൊസിഷനിലോ വരാം, കാരണം എ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റത്തില്ല. എക്കുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഇതാവാം. ഇനി എന്താ പറയുന്നത്, ബിയും എഫും. ഇനി എയെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ബിയും എഫും എന്ന് പറയുന്നത് എയേക്കാൾ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നെങ്കിൽ ബി എഫ് ഇവിടെ വല്ലതും വരാം, അല്ലെങ്കിൽ എന്താ വേറൊരു പൊസിഷനിൽ വരാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, എഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെന്നല്ലേ. ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കപ്പോൾ ഇ വേണമെങ്കിൽ ഇവിടെയും പ്ലേസ് ചെയ്യാം അല്ലേ, ഇവിടെയും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, അടുത്ത സൈഡിലും പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് വേറൊരെണ്ണം പറയുന്നുണ്ട്, സിയും ഡിയുമാണ് എന്ത്, ജി ആണ് ഏറ്റവും കൂടുതൽ വലുതെന്ന് പറയുന്നുണ്ട് അല്ലേ. ജി ആണ് ഏറ്റവും കൂടുതൽ വലുതായിട്ടിരിക്കുന്ന ഏതാണ്, ജി ആണെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ വലുതാരായിരിക്കും, ഏറ്റവും ടോളസ്റ്റ് ആരാണ്, ഡിയേക്കാൾ വലുതാണ്. ഡി തന്നെ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ അതിനേയും കാട്ട് വലുതാണെന്ന് പറയുമ്പോൾ എനിക്ക് ജിയെ എവിടെ പ്ലേസ് ചെയ്യാം, ഫസ്റ്റ് പൊസിഷനിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്തുകൂടെ. ഞാനിങ്ങനെ പ്ലേസ്മെൻറ്റ് നോക്കുകയാണല്ലേ. ഫസ്റ്റ് പൊസിഷനിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ജിയെ എവിടെ പ്ലേസ് ചെയ്യാം, സെക്കൻഡ് പൊസിഷനിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ജിയെ ഫസ്റ്റ് പൊസിഷനിലോ അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലോ പ്ലേസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏതൊരു ഇതിലും പോസിബിലിറ്റിയാണ്. നമ്മൾ കറക്റ്റായിട്ടെല്ലാം നമുക്കിത് ഈ ഒരു ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കെല്ലാം കൊടുക്കാൻ പറ്റില്ല, ഇതെല്ലാം പോസിബിലിറ്റിയാണ്. സോ ഇത്രയും പോസിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ കറക്റ്റായിട്ട് വരാം എന്നാണ് നോക്കുന്നത്. ഇനി ആദ്യത്തെ നോക്കി, എ എന്ന് പറയുന്നത് 5th ടാളസ്റ്റ് എന്നാണ് അല്ലേ. 5th ടാളസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് ഈ 3ാമത്തെ പൊസിഷനിലാണ്. ഇവിടെ എത്രാമത്തെ പൊസിഷനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്, 4ാമത്തെ പ്ലേസ് ഇതിലാണ്. ഇനി 5th പൊസിഷൻ വരുമ്പോഴും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ ഇവിടെ പ്ലേസ് ചെയ്തുകൂടെ, ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഇതെന്താണ്, എ 5ാമത്തെ ടാളസ്റ്റും ആകാം, അതിന് ചാൻസ് ഉണ്ട്. സോ എ ക്യാൻ ബി 5th ടോളസ്റ്റ് എന്ന് പറയുന്നത് അതിന് ചാൻസ് ഉണ്ട്. ഇനി ജി എന്ന് പറയുന്നത് 5th ടോളസ്റ്റ് ആവാൻ പറ്റുമെന്ന്. ജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ജി എന്ന് പറയുന്നത് ഏറ്റവും ഡിയേക്കാൾ വലുതായിട്ടുള്ള ആളാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ജിക്ക് എങ്ങനെ ഡിയേക്കാൾ ചെറിയ സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റും, ഇല്ല. സോ അപ്പോൾ എന്താണ്, ജിയുടെ പൊസിഷൻ ഒന്നെങ്കിൽ 1ലോ അല്ലെങ്കിൽ എന്താണ് 2ലോ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് 5th ടോളസ്റ്റ് എന്നാണ്. സോ ഈ ഇതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, ബി എന്ന് പറയുന്നതാണ് ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബി ആണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ there are 5 persons ഉണ്ട്. AGM
ജെ ആൻഡ് ഡി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. എ ജി എം ജെ ഡി എന്ന് പറയുന്നത് എവറി പേഴ്സൺ ഹാസ് ടു സെലക്ട് 1 item ഈച്ച് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഐറ്റംസ് നമ്പേർഡ് ഫ്രം എന്താണ് 1 to 5. എ ആൻഡ് ജെ സെലക്ട് 5 and 2 റെസ്പെക്റ്റീവ്ലി ആൻഡ് ജി കനോട്ട് സെലക്ട് ഐറ്റം ഫ്രം 3. വൈൽ എം എന്ന് പറയുന്നത് സെലക്ട് ഫ്രം 3 or 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 5 പേരുണ്ട് അല്ലേ. ദർ ആർ 5 പേഴ്സൺ, 5 പേരുകളുണ്ട്. സോ ഞാൻ 5 പേഴ്സൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് അവരെന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് എത്ര നമ്പേഴ്സാണുള്ളത് 5, 1 to 5 വരെയുള്ള നമ്പേഴ്സാണ് അവർക്ക് ഉള്ളത്. ഇനി എയും ജെയും എന്ന് പറയുന്നത് എയും ആൻഡ് ജെ, എ ആൻഡ് ജെ എന്ന് പറയുന്നത് എന്താണ് സെലക്ട് ചെയ്യുന്നത് ഐറ്റംസ് ഏതൊക്കെയാണ് 5 അല്ലെങ്കിൽ 2 ആണ്. എ ക്യാൻ സെലക്ട് ഐറ്റംസ് 5 and 2. ഇനി ജി ആണെങ്കിൽ എക്ക് എന്ന് പറഞ്ഞാൽ 5ഉം സെലക്ട് ചെയ്യാം, ബിക്ക് ജെക്ക് എന്ന് പറഞ്ഞാൽ 2ഉം സെലക്ട് ചെയ്യാം എന്നാണ്. ഇനി അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത് ജി കനോട്ട് സെലക്ട് ആൻ ഐറ്റം 3. ജിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജിക്ക് ഞാൻ ഇവിടെ എഴുതുകയാണ്. എക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 5, ജെക്ക് എന്ന് പറഞ്ഞാൽ 2 സെലക്ട് ചെയ്യാം. ജിക്ക് എന്ന് പറയുന്നത് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഏത് സെലക്ട് ചെയ്യാൻ പറ്റില്ല 3 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ജി കനോട്ട് സെലക്ട് ദ ഐറ്റം 3 ആണ്, 3 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൈൽ എം എന്ന് പറയുന്നത് കനോട്ട് സെലക്ട് 3 or 5. എമ്മിന് 3 അല്ലെങ്കിൽ 5 ഇത് രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, 3 or 5 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് വിച്ച് ഐറ്റം ക്യാൻ ജി സെലക്ട്, ജിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എ 5 സെലക്ട് ചെയ്തു, ജെ 2 സെലക്ട് ചെയ്തു, ജി എന്ന് പറയുന്നതിന് 3 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി റിമൈനിങ് ഏതൊക്കെ 5ഉം 2ഉം കഴിഞ്ഞ് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 4, പിന്നെ ഏതാ എത്ര നമ്പേഴ്സാണുള്ളത് 4, 1, 2 ആണ്. അതിൽ എമ്മിനെന്ന് പറയുന്നത് 3ഉം 5ഉം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാണ് 2ഇല്ല 4ഉം 1ഉമാണുള്ളത് അല്ലേ. ജിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 1ഉം 4ഉമാണ് വരുന്നത്. 3 എന്ത് ചെയ്യത്തില്ല, എമ്മിനെന്ന് പറയുന്നത് എം കനോട്ട് സെലക്ട് 3 അല്ലെങ്കിൽ 5 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഏതൊക്കെയായിരിക്കും നമുക്ക് ഏതൊക്കെയായിരിക്കും ജിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ജിക്ക് അപ്പോൾ ഏതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, 1 അല്ലെങ്കിൽ 4 സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എമ്മിന് 3 അല്ലെങ്കിൽ 5 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജിക്ക് ഏതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, 1 അല്ലെങ്കിൽ പോസിബിലിറ്റി ഏതൊക്കെയാണ് 1 or 4 എന്ന് പറയാം അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശീതൾ. സോ ശീതൾ എന്ന് പറയുന്നത് ഗോട്ട് ഹയർ മാർക്സ്. ഇവിടെ നോക്കുമ്പോൾ ഒരു എക്സാമിനേഷനിൽ മയങ്കിനാണ് ഗോട്ട് ഹയർ മാർക്സ് ദാൻ ശീതൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മയങ്കിനാണ് ശീതളിനേക്കാൾ എന്താണ് മാർക്ക് കൂടുതൽ എന്ന് പറയുന്നത്. മയങ്കിനാണ് ശീതളിനേക്കാൾ മാർക്ക് കൂടുതൽ. ഇനി ശീതൾ എന്ന് പറയുന്നത് ഗോട്ട് ഹയർ മാർക്സ് ദാൻ എന്താണ് രോഹിത്തിനേക്കാൾ എന്താണ് ഹയർ മാർക്സ് ആർക്കാണ്, ശീതളിനാണ്. രോഹിത്തിനേക്കാൾ ഹയർ മാർക്സ് ആർക്കാണ്, ശീതളിനാണ്. ശീതൾ ഗോട്ട് ഹയർ മാർക്സ് ആൻഡ് ടാനിയ. ശീതളിന് താനിയേക്കാൾ ഹയർ മാർക്സ് ഉണ്ട്. then അടുത്ത് നോക്കുമ്പോൾ എന്താണ് താനിയ ഗോട്ട് ലെസ് മാർക്ക് ദാൻ പ്രവീൺ. താനിയയ്ക്ക് ലെസ് മാർക്കാണ് ദാൻ എന്താണ് പ്രവീണിനേക്കാൾ ലെസ് മാർക്കാണെന്ന്. then അടുത്തത് ആര്യ ഗോട്ട് ഹയർ മാർക്ക് ദാൻ മയങ്ക്. മയങ്കിനേക്കാൾ ഹയർ മാർക്ക് ആർക്ക് കിട്ടി, ആര്യയ്ക്ക് കിട്ടി. then അടുത്തത് രോഹിത് ഗോട്ട് മോർ മാർക്സ് ദാൻ ബോത്ത് ടാനിയ ആൻഡ് പ്രവീൺ. ടാനിയയും പ്രവീണിനേക്കാൾ കൂടുതലായിട്ടുള്ള മാർക്ക് ആർക്കാണ് കിട്ടിയേക്കുന്നത്, സോ രോഹിത്തിനാണ് അല്ലേ. സോ എല്ലാവരുടെയും ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ എടുക്കുവാണ്. സോ ഇവിടെ നോക്കുമ്പോൾ എന്നോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഹൂ ഹാസ് അച്ചീവ്ഡ് ദ ഹയർ മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ. എക്സാമിനേഷനിൽ ഏറ്റവും ഹയർ മാർക്ക് അച്ചീവ് ചെയ്ത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും ഹയർ മാർക്ക് കിട്ടിയത്, നമ്മളോട് ആദ്യം പറഞ്ഞു മയങ്കിന് ശീതളിനെ കാട്ടി. ഇപ്പോൾ എല്ലായിടത്തും ശീതളിനെ റെഫറൻസ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. സോ ശീതളിൻ്റെ പുറകോട്ട് നിൽക്കുന്നവരെ നമുക്ക് നോക്കണ്ട, അതിന് മുന്നോട്ട്. ശീതൾ എന്ന് പറയുന്നത് മയങ്കിനേക്കാൾ കുറവാണല്ലേ. അപ്പം മയങ്ക് വന്നു. ഈ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേന് എന്താണ് ആര്യയ്ക്ക് മയങ്കിനേക്കാൾ കൂടുതൽ മാർക്കാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആര്യയുടെ ഇത് വന്നല്ലേ. സോ ഏറ്റവും കൂടുതൽ ഇത് ആർക്കായിരിക്കും, ആര്യയ്ക്കായിരിക്കും. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആര്യയായിരിക്കും. സോ നമുക്ക് ഇനി വരുന്നത് വരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. സോ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ നമ്മൾ വരാൻഡ റേസ് നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ദെൻ മോക്ക് ഇൻ്റർവ്യൂ. സോ ഈ 6 ലെവലാണ് ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ആ ഒരു മെത്തേഡ് ഓഫ് അപ്രോച്ച് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ആ ഒരു ഇത് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് വരുമ്പോൾ എന്താണ് രോഹിത് എന്ന് പറയുന്നത് സ്കോർഡ് മോർ ദാൻ രാഹുൽ ബട്ട് ലെസ് ദാൻ സന്തോഷ്. രോഹിത് എന്ന് പറയുന്നത് മോർ ദാൻ രാഹുൽ ആൻഡ് ലെസ് ദാൻ എന്താണ് സന്തോഷ് എന്ന് പറയുന്നത്. രോഹിത് എന്ന് പറയുന്നത് മോർ ദാൻ രാഹുൽ ബട്ട് ലെസ് ദാൻ എന്താണ് സന്തോഷിനേക്കാൾ കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ബാൽബർ എന്ന് പറഞ്ഞാൽ സ്കോർഡ് മോർ ദാൻ ഇക്ബാൽ ബട്ട് എന്താണ് ലെസ് ദാൻ രാഹുൽ എന്നാണ്. ആരാണ് ബാൽബർ അല്ലേ? എന്താണ് കൂടുതൽ? ബാൽബർ എന്ന് പറയുന്നത് മോർ ദാൻ ഇക്ബാൽ, ഇക്ബാലിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എന്താണ് ലെസ് ദാൻ ആരാണ്? ലെസ് ദാൻ സന്തോഷ്, സന്തോഷിനേക്കാൾ ലെസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ഇവിടെ അച്ചീവ് ചെയ്തിരുന്നത് അല്ലേ? സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഇത് എന്താണ് സന്തോഷാണ് ഏറ്റവും കൂടുതലായിട്ട് കൂടി നിൽക്കുന്നത് അല്ലേ? ബാക്കി എല്ലാവരും ലോ ആണ്. ഇപ്പോൾ രോഹിത്തിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രോഹിത്തിനേക്കാൾ കുറവുള്ള രാഹുലുണ്ടല്ലേ, ദെൻ രോഹിത്തിനേക്കാൾ കൂടുതലുള്ളതും സന്തോഷാണ്. സോ ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണ് അല്ലെങ്കിൽ സ്കോർ ആരാണ് സ്കോർ ചെയ്തതെന്ന് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. സന്തോഷാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി വരുന്നത് 2/5, 1/3 ആൻഡ് 3/7. ഇതിൽ ഏതാണ് ഡിസെൻഡിങ് ഓർഡറിൽ വരുന്നതെന്നാണ്. സോ സ്പീഡ് മോക്കിൽ ഇത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ വരുന്നത് 2/5, 1/3 ആൻഡ് 3/7 ഏതാണ് ഡിസെൻഡിങ് ഓർഡറിൽ വരുന്നത്. സോ ഇത് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏറ്റവും ചെറുതിൽ വരുന്ന ഏതാണ് 1/3 ആണല്ലേ. സോ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. സോ 1/3 എവിടെയാണോ വരുന്നത് അതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഓർഡർ ആൻഡ് റാങ്കിങ്ങിൻ്റെ ആയിരുന്നു. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് SSC അതേപോലെ തന്നെ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.